ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഇഞ്ചി മിഠായിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഇതുണ്ടാക്കി നമ്മൾ വീട്ടിൽ വെച്ചാൽ മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു സാധനമാണിത്. ഞാനിവിടെ 200 ഗ്രാം ഇഞ്ചി വൃത്തിയാക്കി എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 250 ഗ്രാം കൽക്കണ്ടം. ഇത് പഞ്ചസാരയിലോ ശർക്കരയിലോ ചെയ്യാം കേട്ടോ, അവരവരുടെ ഇഷ്ടത്തിന്. 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, സാധാരണ ചെറിയ ജീരകം, 5 ഗ്രാമ്പു, ഇത്ര എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇഞ്ചി ചെറിയ കഷ്ണമായിട്ടൊന്ന് അതൊന്ന് അരച്ചെടുക്കണം. ചെറിയ ജാറിലേക്ക് നമുക്ക് മിക്സി ഇഞ്ചി അരിഞ്ഞൊന്നിട്ട് കൊടുക്കാം. ആ പൊടികളും ഗ്രാമ്പും അതിലിട്ടിട്ട് കൊടുക്കാം. അത് നമുക്കൊന്ന് അരച്ചെടുത്തതിന് ശേഷം അല്പം വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഞാനൊരു 2 സ്പൂൺ വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. അരച്ചെടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ പാത്രത്തിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്, ബേക്കിംഗ് ട്രേയിൽ. അതിലല്പം നെയ്യ് പുരട്ടി കൊടുക്കാം. പെട്ടെന്ന് ചൂടോടുകൂടി ഇതിലൊഴിച്ചെടുക്കണം. അതിനുവേണ്ടിയാണ് നേരത്തെ റെഡിയാക്കി വെക്കുന്നത്. ഇനി ഞാൻ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് കൽക്കണ്ടം ഇട്ട് കൊടുക്കുക. ഇതുണ്ടാക്കുന്ന സമയത്ത് നോൺ സ്റ്റിക്ക് പാത്രമാണ് നല്ലത്. ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്, എല്ലാം അലിഞ്ഞു. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ആ ഇഞ്ചിയുടെ കൂട്ടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ കൈ എടുക്കാതെ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കുറുകി വരുന്ന സമയത്ത് അല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ടീസ്പൂൺ കഷ്ടിച്ചേ ചേർത്തിട്ടുള്ളൂ. നെയ്യ് ചേർത്തതിന് ശേഷം ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ പരുവം മനസ്സിലാകുന്നത് നമ്മൾ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ താഴ്ന്ന് കട്ടിയാകും. അതാണ് കറക്റ്റായിട്ടും ഈ ഇഞ്ചി മിഠായിയുടെ പരുവം. ഞാനത് കാണിച്ചു തരാം. പെട്ടെന്ന് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ വെച്ച് എപ്പോഴും ഇളക്കി കൊടുക്കണമെന്ന് പറയുന്നത്. ഇനി ഞാനൊരു ചെറിയ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, പച്ചവെള്ളം. അതിലേക്ക് ഒരു തുള്ളി ഒഴിച്ചു കൊടുക്കാം. ഇനി അത് കൈകൊണ്ട് ഞാൻ എടുത്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോ അതിൻ്റെ പരുവം കറക്റ്റ് ആകുന്നത് എപ്പോഴാണെന്ന്. കണ്ടോ, അത് കയ്യിലിട്ട് ഉരുട്ടിയാൽ കറക്റ്റായിട്ട് കയ്യെ പറ്റാതെ പരുവത്തിൽ കിട്ടണം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ട്രേയിലോട്ട് ഈ കൂട്ട് അങ്ങിട്ട് നിരത്തി കൊടുക്കണം. ഇതിനകത്ത് കുരുമുളകും ജീരകവും ഇഞ്ചി എല്ലാം കൂടെ വന്നപ്പോൾ നല്ലതാണ്. ഇവിടെ നല്ല ചുമയുള്ള സമയത്തായിരുന്നു ഞാനിതുണ്ടാക്കിയത്. പെട്ടെന്ന് അതെല്ലാം മാറിക്കിട്ടി. എല്ലാവരും അതുകൊണ്ട് ട്രൈ ചെയ്യണം. ഈ തണുപ്പുള്ള സമയത്തൊക്കെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒരു റെസിപ്പിയായത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഞാനത് ട്രേ നിരത്തിയിട്ടുണ്ട്. ഒരുവിധം ഒന്ന് തണുക്കുന്ന സമയത്ത് നമ്മൾ ഇത് എല്ലാം ഒന്ന് ഇതുപോലെ വരയിട്ട് മാർക്ക് ചെയ്ത് വെക്കണം. എന്നാലേ ഇത് നമ്മൾ ഉണങ്ങി കഴിയുമ്പോൾ കട്ട് ചെയ്തെടുക്കാൻ പറ്റൂ. അല്ലാതെ ഉണങ്ങി കഴിയുമ്പോൾ ഒത്തിരി ഹാർഡാവും, പിന്നെ നമ്മുടെ കത്തി അതിലോട്ട് കയറത്തില്ല. ഞാനിത് മാർക്ക് ചെയ്തെല്ലാം വെച്ച് കഴിഞ്ഞ് ഒരു 2 മണിക്കൂറിന് ശേഷമാണ് നോക്കിയപ്പോൾ അതേണ്ട കണ്ടോ, അതെല്ലാം റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി അത് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. എന്താണ് കണ്ടോ, കറക്റ്റായിട്ട് എല്ലാം നല്ലതായിട്ട് വരുന്നുണ്ട്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. എല്ലാ റെസിപ്പികളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ വേണ്ട മായമൊന്നും കലരാതെ നമുക്ക് ഈ ഇഞ്ചി മിഠായി വീട്ടിലുണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. നല്ല ടേസ്റ്റായിരുന്നു, നല്ലതായിട്ട് പറ്റി, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയായിരുന്നു. അതുപോലെ നിങ്ങൾക്ക് കൽക്കണ്ടം താല്പര്യമില്ലെങ്കിൽ ശർക്കരയിലോ പഞ്ചസാരയിലോ ഉണ്ടാക്കിയെടുത്താലും മതി. കണ്ടാൽ തന്നെ അറിയാമല്ലോ, ഇതേണ്ട കറക്റ്റായിട്ടാണ് അത് കട്ടായിട്ട് വരുന്നത് തന്നെ. താങ്ക്സ്.